ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത. അറിയൽ, അറിയുക ഇവ ഒന്നാണോ അതോ രണ്ടാണോ? അറിയലിന് ഒരു സ്വാഭാവികതയുണ്ട്. എന്നാൽ അറിയുക എന്നതിന് ഒരു മസിൽ പിടുത്തം ഉള്ളതിനാൽ പ്രയത്നം ഉണ്ട്. ഒരു ചിത്രശലഭം ആദ്യം പുഴുവായി പിന്നെ അത് പ്യൂപ്പ അവസ്ഥയിൽ വിശ്രമിക്കുന്നു. അപ്പോൾ അത് ചലിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. എന്നാൽ അത് പരിണമിക്കുന്നുണ്ട്. അതിന് ഒരു മുനിയുടെ നിശ്ചലതയുണ്ട്. ആ നിശ്ചലതയിൽ അത് എല്ലാം അറിയുന്നുണ്ട്, പ്രയത്നരഹിതമായി തന്നെ. സ്വയം നിർമ്മിത കൂട്ടിൽ നിന്നും കൃത്യമായ സമയത്ത് കൂട് പൊളിച്ച് വളരെ കഷ്ടത അനുഭവിച്ച് അത് പുറത്തു വരും. ശരിക്കും പറഞ്ഞാൽ ആ കഷ്ടതയാണ് അതിൻ്റെ ശരീരത്തിന് ബലം നൽകുന്നത്. അപ്പോഴേക്കും അത് പുഴുവിൽ നിന്നും അതിമനോഹരമായ വർണ്ണങ്ങളോട് കൂടിയ ചിത്രശലഭമായി മാറിയിട്ടുണ്ടാകും. ഒരു മരച്ചില്ലയിലോ ഇലയുടെ അടിയിലോ തൂക്കിയിട്ടിരിക്കുന്ന കൂട്ടിൽ നിന്നും അത് പുറത്തു വന്നിരിക്കും. കൂടെയുള്ളവരെ അതിനറിയില്ല, മാതാപിതാക്കളെ അറിയില്ല, ലോകം അറിയില്ല. അതിനാൽ അതിന് ഒന്നുമേ അറിയില്ല എന്ന് നമ്മുടെ അറിവ് വച്ച് ചിന്തിക്കും. കാരണം അറിവ് എന്നാൽ ഇതൊക്കെയാണെന്നാണ് നമ്മുടെ അറിവ്. പക്ഷേ അതിന് എല്ലാം അറിയാം. അതുകൊണ്ടാണല്ലോ അത് അടുത്ത നിമിഷം അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നത്. അന്തരീക്ഷത്തിലേക്ക് പറക്കണം എന്നോ തനിക്ക് പറക്കുവാൻ അറിയാമെന്നോ അത് ചിന്തിച്ചിട്ടാണോ പറക്കുന്നത്? പറക്കുവാൻ അതിന് മുൻപരിചയം കിട്ടിയിരുന്നോ? ഇല്ല, അതിനറിയാം. അതിനാൽ അത് പറക്കുന്നു. പ്രയത്നരഹിതമായ അറിവ് അതിനെ പറപ്പിച്ചു. നമ്മളിലും പ്രയത്നരഹിതമായ അറിവുണ്ട്. അത് നമ്മൾ അറിയണം. അതും പ്രയത്നരഹിതമായി തന്നെ അറിയണം. ഇത് ദിവസവും പറയുന്നത് നമുക്ക് ഒരു പ്രയത്നമായി മാറുന്നു. പഠിച്ചാൽ മാത്രമേ പഠിക്കുവാൻ അറിയൂ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യവർഗം മാറിയിരിക്കുന്നു. പ്രകൃതിയിൽ നിന്നും അകന്നതു കാരണം പ്രകൃതിയിലെ അറിവിനെ അവനിൽ പ്രവേശിക്കുവാൻ സാധിക്കാതെ വരുന്നു. മനസ്സ് എല്ലാം തടയുന്നു. അതിനാൽ അവന് പ്രവർത്തിക്കുവാൻ പഠിക്കേണ്ടി വരുന്നു. ഓരോന്നും പഠിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു. സ്നേഹം എന്താണെന്ന് പഠിക്കേണ്ടി വരുന്നു. ചിരിക്കുവാൻ, ചലിക്കുവാൻ, ചൊല്ലുവാൻ, ചൊൽപ്പടിയിലൊതുക്കുവാൻ എല്ലാം അവൻ പഠിക്കുന്നു. എന്തും അവൻ പഠിക്കുവാൻ ശ്രമിക്കുന്നു. അതായത് പ്രയത്നം അവനിൽ സംഭവിക്കുന്നു. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം നാം ഒരു ജോലിയും ചെയ്യരുത് എന്നല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയത്നം പാടില്ല എന്നല്ല. പ്രയത്നം വഴി മാത്രമല്ല എല്ലാം അറിയുന്നത് എന്ന ബോധ്യപ്പെടലിനു വേണ്ടി പറയുന്നതാണ്. നമ്മൾ അറിയണം നമ്മളെ തന്നെ. അത് പ്രയത്നരഹിതമായി തന്നെ. ഓർക്കുക, നിരീക്ഷണം പ്രയത്നരഹിതമായ ഒന്നാണ്. ഇനി ഒരു വ്യക്തിക്ക് നിരീക്ഷണം ബോറായോ വിരസമായോ പ്രയത്നമായോ തോന്നിയാൽ അതിനർത്ഥം അവൻ മനസ്സുപയോഗിക്കുന്നു എന്നാണ്. ഒരു ബോധപ്രാപ്തന് മുന്നിൽ നിങ്ങൾ ചെന്നുപെട്ടാൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ മനസ്സ് ശൂന്യമായ അവസ്ഥ. ഒരു പ്രയത്നവുമില്ലാതെ നിലനിൽക്കുന്ന അവസ്ഥ അനുഭവപ്പെടും. അപ്പോൾ അവനിൽ ആനന്ദവും ഉയർന്ന ബോധവും സംഭവിക്കുന്നു. എന്താണ് കാരണം? ബോധപ്രാപ്തൻ നിൽക്കുന്ന തലം അതാണ്. അത് അവനെ സ്വാധീനിക്കുന്നു എന്നതാണ്. അതാണ് ആത്മാവുമായുള്ള ബന്ധം. അവിടെ മനസ്സ് താൽക്കാലികമായി അസ്തമിക്കുന്നു. ആത്മാവ് സ്വയം ബോധത്തിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ മനസ്സ് മനസ്സിലാക്കി വച്ചിരിക്കുന്നതിൽ നിന്നല്ല. അറിയുന്നതും അനുഭവത്താൽ അറിയുന്നതും രണ്ടാണ് അല്ലേ? പക്ഷേ എത്ര അനുഭവിച്ചാലും അറിയാത്തവരുമുണ്ട്. അത് വാസനയുടെ ലോകത്തിൽ നിലനിൽക്കുന്നവരിൽ സംഭവിക്കുന്ന വിരോധാഭാസമാണ്. അവർ നിരീക്ഷിക്കുന്നില്ല എത്രകാലം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം. സ്വയം
അവനവനെ എത്ര മനസ്സിലാക്കി അല്ലെങ്കിൽ അറിഞ്ഞു എന്നതിനനുസരിച്ചാണ് അവൻ ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുന്നത്. സ്വയം നിരീക്ഷിച്ചവൻ മാത്രം അവനവനെ അറിയുന്നു. അവനവനെ അറിഞ്ഞാൽ അവൻ എല്ലാം അറിയുന്നു. നിരീക്ഷകനെ ഉണർത്താത്തവൻ ഉറക്കത്തിൽ നിന്നും ഉണരുന്നില്ല. ഈശ്വരൻ എന്നിലുണ്ട് എന്ന് ആർക്കും വീമ്പ് പറയാം. എന്നാൽ നിരീക്ഷകൻ എന്നിലുണ്ട് എന്ന് പറയാൻ എത്ര പേർക്കാവും? അതിന് ലേശം പുളിക്കും. ഇനിയെങ്കിലും സ്വയം ചിന്തിക്കുക. ഈശ്വരൻ എന്നിലുണ്ട് എന്ന് വീമ്പ് പറച്ചിലിൻ്റെ പൊള്ളത്തരം ചിന്തിക്കുക. നമുക്ക് എന്ത് മനസ്സിലാക്കണമെങ്കിൽ അത് കേട്ടാൽ മാത്രം പോരാ, അനുഭവിച്ചറിയുകയും വേണം. അനുഭവിച്ചറിയും തോറും അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവിച്ചറിയുമ്പോൾ മാത്രം അറിവ് പൂർണ്ണമാകുന്നു. ആ അറിവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്തേ ഒരു അപൂർണത, എന്തേ ഒരു അർത്ഥശൂന്യത, എന്തേ ഒരു പരാജയ ചിന്ത? കാരണം പറയാം. അനുഭവത്തിലൂടെ അവൻ അറിയുന്നു. പക്ഷേ അവൻ ആ അനുഭവം കിട്ടിയിട്ടും വിട്ടുപോയ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അത് അവൻ അറിഞ്ഞിട്ടില്ല, അറിയുവാൻ ശ്രമിച്ചിട്ടില്ല. അനുഭവത്തിൽ നിന്നും അറിവ് മാത്രമേ സ്വീകരിച്ചുള്ളൂ. എന്താവും വിട്ടുപോയത്? ചിന്തിക്കൂ. ഓരോ അനുഭവങ്ങളിലും അറിവ് നൽകുന്ന അനുഭവവും അനുഭവസ്ഥനുമുണ്ട്. എന്തേ അനുഭവസ്ഥൻ എന്ന അനുഭവമുണ്ടായിട്ടും അതിനെ നിരീക്ഷിച്ചില്ല? അതിനാൽ അറിഞ്ഞത് അപൂർണമായിപ്പോയി. അപൂർണത എങ്ങനെ പൂർണ്ണമാകും? അപൂർണത എന്ന അവസ്ഥയിൽ പൂർണ്ണത ഇരിക്കുകയല്ലേ അവിടെ? പൂർണ്ണമായിരിക്കുകയല്ലേ അവിടെ? അതിനാൽ അനുഭവത്തെയും അനുഭവസ്ഥനെയും അറിയണം. അനുഭവസ്ഥനെ അറിയുക എന്നത് അനുഭവസ്ഥൻ്റെ സ്വഭാവത്തെ അറിയുക എന്നതാണ്. ഇവിടെ അറിയുക എന്നത് നിരീക്ഷണത്താൽ അറിയുക എന്നർത്ഥം. മനസ്സുപയോഗിക്കാതെ അറിയുക എന്നാൽ മാത്രമേ പ്രയത്നരഹിതമായി അറിയുവാൻ സാധിക്കുകയുള്ളൂ. നിരീക്ഷിക്കുമ്പോൾ മനസ്സ് പറയുന്ന വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കരുത്. അത് നമ്മളെ പലതും പറഞ്ഞ് പറ്റിക്കും. ഉദാഹരണം, അനുഭവസ്ഥൻ ശരീരമാണെന്ന് മനസ്സ് പറയും, വിശ്വസിക്കരുത്. അനുഭവസ്ഥൻ മനസ്സാണ് എന്ന് പറയും, വിശ്വസിക്കരുത്. അനുഭവസ്ഥൻ ആത്മാവാണ് എന്നും പറയും, വിശ്വസിക്കരുത്. അനുഭവസ്ഥൻ ആത്മാവാണോ അല്ലയോ എന്നതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ മനസ്സിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉത്തരത്തിനായി തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം നിരീക്ഷണം മാത്രമാണ് വേണ്ടത്. അങ്ങനെ അറിയുക, അതാണ് അറിവ്. സത്തയെ അറിയുന്ന അറിവ്. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അറിയൽ, അറിവ്, ഈ രണ്ട് പ്രക്രിയകളിലും പിന്നെ ഒരു വ്യത്യാസമുണ്ട്. അറിയൽ എന്ന് പറയുന്നത് പ്രയത്നരഹിതമാണ്. എന്നാൽ അറിവെന്ന് പറയുന്നതിൽ പ്രയത്നം ഉണ്ട്. അത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ രണ്ടിലും, ഭൗതികതയിലും ആത്മീയതയിലും അറിവ് ശേഖരിക്കുന്ന പ്രോസസ്സാണ്. അറിയൽ നമ്മൾ സ്വീകരിക്കുന്നതാണ് അകത്തോട്ട്. അത് ഭൗതിക തലത്തിലുമാകാം. ഈ പൂമ്പാറ്റയുടെ കാര്യം പറയുമ്പോൾ ഭൗതിക തലത്തിലാണ്. ആന്തരികമായിട്ടുമാകാം, അതായത് സത്തയെ അറിയുന്ന പ്രോസസ്സ്. അതുപോലെ തന്നെ പ്രയത്നത്തോട് ചെയ്യുന്നത്, അതായത് അറിവെന്ന് പറയുന്നത്, അതും ഭൗതിക തലത്തിൽ നിന്നും എക്സ്റ്റേണൽ നോളജ് കിട്ടുന്നതാകാം. ആന്തരികമായിട്ട് ആ സ്വാഭാവികത കാണത്തില്ല. മനസ്സ്, പിന്നെ അഹം, ഇതിനെയൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ഒരു ജീവാത്മാവ് തലത്തിൽ നിന്ന് ചെയ്യുമ്പം അവിടെ തടസ്സങ്ങൾ വരും. അപ്പോൾ അങ്ങനെയാണ് ആ തടസ്സം അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ഈ പിന്നെ ഒരു പുഴുവിൽ നിന്ന് ഒരു പൂമ്പാറ്റയായി ഉണ്ടാകുന്ന ആ രൂപാന്തരം, അതിൽ ഒരു സ്വാഭാവികത ഉണ്ട്. അതുപോലെ തന്നെ ഒരു പിന്നെ പിച്ച വെച്ച് നടന്ന് തുടങ്ങുന്ന ഒരു കുട്ടിയുടെ ആദ്യ പടി, അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ആദ്യ പിന്നെ ഉച്ചാരണം, ഇവയെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. എന്നാൽ പിന്നെ അപ്പോൾ അവിടെ ഒരു സ്വാഭാവികത ഉണ്ട്. ഈ സ്വാഭാവികത
നമ്മളിലും ഉണ്ട്. അത് നമ്മൾ തിരിച്ച് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയും? അതിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഈ കാലത്ത് നമ്മൾ പ്രകൃതിയിൽ നിന്നും മാറി നിൽക്കുന്നതും കൊണ്ട് പല കാര്യങ്ങൾ, പല പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കണം. പഠിച്ചിട്ടേ ആ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഒരു സ്വാഭാവികതയില്ല അതിൽ. എന്നാൽ അത് അറിവങ്ങനെ കിട്ടും. പക്ഷേ അറിയൽ സംഭവിക്കുന്നതാണ്. അറിയൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അത് നടക്കണമെങ്കിൽ എങ്ങനെ നടക്കും? അതിന് നമ്മൾ അവിടാണ് ഈ ഗുരുവിൻ്റെ പ്രാധാന്യം. അതായത് നമ്മൾ ഗുരുവിൽ സമർപ്പിതനായി നിന്നു കൊടുത്താൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് പിന്നെ അറിയാൻ പറ്റും. അതിന് കൂടുതലൊന്നും പറയണ്ടല്ലോ. നിങ്ങൾ ഇവിടെ തന്നെ പിന്നെ എല്ലാ മന്ത്ലി ക്യാമ്പിൽ ഗുരുജിയുടെ ഇപ്പം മന്ത്ലി ക്യാമ്പിൽ വരുമ്പം രാവിലെ അല്ല തലേ ദിവസം വരുമ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ ഗുരു ഒരു ശൂന്യതയിൽ നിൽക്കുന്നതും കൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ആ ഓരയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾ ബോധവാന്മാരാണോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻസ് ഓവർ ദെയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ക്വയറ്റ്നെസ് നമുക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഒരു നാച്ചുറൽ രീതിയിലാണത് പോകുന്നത്. അവിടെ ഡുവർഷിപ്പ് എടുക്കില്ല, ആ കർമ്മമാകും. അങ്ങനെ ഒരു സ്വാഭാവികതയിൽ അങ്ങനെ പോകുന്നു. ധ്യാനം ചെയ്യുമ്പോഴും ധ്യാന പരിശീലനത്തിലും ആക്റ്റീവ് പാസീവ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഗുരുജി ആ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഓൾറെഡി ഒരു 12 മണിക്കൂർ മുമ്പേ നമ്മൾ ഈ പിന്നെ ആ ഫ്ലോയിൽ എങ്ങനെ നിൽക്കുകയാണ്. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇതിനോട്ട് പോകുമ്പം അവിടെയും 4 hours കണ്ടിന്യൂസ് ക്വയറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ തലത്തിൽ ചെന്നെത്തുമ്പോൾ ഈ നിമിഷത്തിൽ നിൽക്കാമെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ തരുന്നോ ആ ഗുരുജി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ എന്താണ് മ്യൂസിക് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് അതിൽ ഫോക്കസ് ചെയ്യുമ്പം മനോപൂർണതയിൽ ആ കാര്യം പ്രസൻറ്റിൽ നിന്ന് ചെയ്യുമ്പം ഭൂതകാലോ ഭാവിയിലോ നമ്മൾ പോകാതെ അതിൽ അങ്ങനെ ശരിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അനുഭവമുണ്ട്. നമ്മളെന്തോ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. ഒരു അതിനൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇല്ലേ? കുറച്ചങ്ങോട്ട് കഴിയുമ്പം നമ്മൾ പോലും അറിയാതെ ആ നിരീക്ഷകൻ ഉണർന്നിട്ട് ബോധതലം ഉണർന്നിട്ട് ആനന്ദത്തിലെത്തുന്നു. സച്ചിദാനന്ദ സ്വരൂപത്തിലോട്ട് നമ്മൾ പോകുന്നു, നമ്മൾ പോലും അറിയാതെ. അങ്ങനെ ആ തലത്തിലെത്തുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ആ അഹംബോധവും മനസ്സ് വന്നാൽ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു അനുഭവം എങ്ങനെ കിട്ടിയത്? ആ ഗുരുവിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഗുരു അപ്പം പഠിപ്പിക്കാതെ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഗുരുക്കന്മാർക്കേ പറ്റുള്ളൂ. അവർ ആ ഫേസ് എല്ലാം കടന്നു പോയതും കൊണ്ട് ഏത് രീതിയിലാണെന്ന് അവർക്കതറിയാം. അത് ഒരു പിന്നെ വൃത്തത്തിലെ ശൂന്യതയിൽ ഒരു രചനയിൽ അത് ഉണ്ട്. അത് നമുക്ക് പിന്നെ വായിച്ചു നോക്കാം. അപ്പോൾ ഗുരുജി ഇത് എഴുതിയത് എത്ര വർഷങ്ങൾ മുമ്പെയാണ്. അതിപ്പം നടത്തിക്കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം ഉള്ളത് അതിൽ ഇപ്പോൾ പിന്നെ ഇത് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണ്ടേ. ഈ ഒരു തലത്തിൽ വരുമ്പം പിന്നെ അതിനകത്ത് പറയുന്നുണ്ട്, ഗുരു സമക്ഷത്തിൽ വരുമ്പം 24 മണിക്കൂർ നമ്മൾ ജാഗ്രത അവസ്ഥയിൽ നിൽക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണ് ഈ സ്വാഭാവികതയിലോട്ടൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പോൾ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഇവിടെ ഇത്രയും മണിക്കൂർ. അതല്ല, നമ്മൾ എത്ര ദൂരം പോയാലും ആ ഗുരുതത്വം ഉള്ളിലുണ്ടെങ്കിൽ, ഗുരുബോധ ബിന്ദുക്കൾ ഉള്ളിലുണ്ടെങ്കിൽ ആ 24 മണിക്കൂർ അത് നിലനിന്നാൽ, ജാഗ്രത അവസ്ഥയിൽ നിന്നാൽ നമുക്ക് ആ കാര്യം നിരീക്ഷകനെ ഉണർത്തിക്കൊണ്ടിരിക്കാൻ പറ്റും. ആ തലത്തിൽ ചെന്നെത്തുകയും ചെയ്യും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണ്ടേ, ഈ സ്വാഭാവികതയിൽ ഉണ്ടാകുന്ന അറിയൽ
അത് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ എന്താ വ്യത്യാസം? മറ്റേ അറിവെല്ലാം നമുക്ക് കിട്ടുന്നത് ആശയമായിട്ടാണ് മനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ അറിയലെന്ന് പറയുന്നത് ആശയമല്ല, അത് എക്സ്പീരിയൻഷ്യൽ നോളജാണ്, അനുഭവിച്ചറിയുന്നതാണ്. അപ്പോൾ ആ അനുഭവിച്ചറിയുന്നതാണ്. അപ്പം അത് പറയുന്നുണ്ട്, അറിയും നമ്മളിങ്ങനെ പല ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ അറിവ് കിട്ടും. പക്ഷേ അനുഭവിച്ചറിയുന്നതും ആ അറിവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഈ അറിയുന്നത് ഇപ്പം നമ്മളെങ്ങനെ അനുഭവിച്ചറിഞ്ഞ, എന്താണ് ഇവിടെ അനുഭവിച്ചറിഞ്ഞത്? നമ്മൾ സച്ചിദാനന്ദ സ്വരൂപനാണെന്ന് ആനന്ദം വഴിയും ആ ബോധതലത്തിൽ പ്രസൻറ്റിൽ നിൽക്കാനും പറ്റിയതും കൊണ്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തപ്പം നിരീക്ഷണത്തെ, അപ്പം ഇവിടെ അറിയുന്ന പ്രക്രിയ ഉണ്ട്, പിന്നെ ആ അറിയുന്നവനുമുണ്ട്, രണ്ടുമുണ്ട്. അപ്പം അത് അനുഭവമുണ്ട്, അനുഭവസ്ഥനുമുണ്ട്. അപ്പോൾ അനുഭവിച്ചിട്ട് പിന്നെയും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നമുക്കൊരു പൂർണ്ണത തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ചിലർക്ക് എന്തോ കിട്ടി, നൃത്തമാടിയിട്ടും പിന്നെയും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇത് ഡിസ്കണക്റ്റഡ്. അപ്പോൾ പിന്നെ അതെന്താ അവിടെ സംഭവിച്ചത്? അതായത് ഈ അനുഭവം മാത്രമല്ല നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, നമ്മൾ അറിയേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട്. ആ തലത്തിൽ നിൽക്കുമ്പം എന്താണ് ആ അനുഭവസ്ഥൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനും നമുക്കൊരു ക്ലൂ ഇല്ലേ? അനുഭവസ്ഥൻ്റെ തലത്തിൽ നിൽക്കുമ്പം നിരീക്ഷകൻ ഡെവലപ്പ് ചെയ്യുമ്പം എന്തായിരുന്നു ഗുരുജി പല വൃത്തത്തിലെ ശൂന്യതയിൽ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു ശാന്തതയിലെത്തും. മനസ്സ് വന്ന് എന്തോ ഇല്ല, ന്യായീകരണമില്ല, വിലയിരുത്തലില്ല, താരതമ്യം ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ എല്ലാം ആബ്സെൻസ്. അപ്പം മൈൻഡ് സൈലൻ്റ് ആകുന്ന ഒരു അനുഭവം അത് നമുക്കുണ്ടാവും. അതാണ് ഒരു ലക്ഷണം. രണ്ടാമത് ഈ പറഞ്ഞ പോലെ പിന്നെ ആ എക്സ്പീരിയൻസും ഈ അനുഭവിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാൽ ആനന്ദിച്ചിവിടെ നമ്മൾ ഡാൻസ് ചെയ്തപ്പം ആ സൂക്ഷ്മതലത്തിൽ എന്താണ് അവിടെ ഉള്ളത്? മനസ്സ് സൈലൻ്റാണ്, ശാന്തത ഉണ്ട്. അതുകൂടെ നമ്മൾ അനുഭവിച്ചറിയണം. അങ്ങനെ അനുഭവിച്ചറിയുമ്പോഴാണ് പിന്നെ അനുഭവസ്ഥൻ്റെ ഒരു കാര്യം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്, ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അങ്ങനെ ഉൾക്കൊണ്ട് അങ്ങനെ നിരന്തരം കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ തലത്തിലോട്ട് വരാൻ പറ്റുന്നത്, ആ സ്വാഭാവികതയിലെത്തുന്നതും. അപ്പോൾ ഇങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇതും ചെയ്തു കഴിഞ്ഞാൽ അനുഭവസ്ഥനെയും നമ്മൾ നിരീക്ഷണത്താൽ മനസ്സിലാക്കിയാൽ, എന്നാൽ അവൻ്റെ ജീവിതം അവനെ അറിയുന്നു ശരിക്കപ്പം. അവനെ അറിഞ്ഞിട്ട് അപ്പം എല്ലാം അറിയുകയും ചെയ്യും. ആ തലത്തിലെത്തുമ്പം അങ്ങനെ പിന്നെ അവൻ്റെ ലൈഫും ഒരു സ്വാഭാവികതയിൽ പോകും. കാരണം ഈ സത്ത എന്ന് പറയുന്ന ഒരു തലത്തിലോട്ട് ചെല്ലുമ്പം ഡുവർഷിപ്പില്ലല്ലോ, മനസ്സില്ലല്ലോ, അഹംബോധം ഇല്ലല്ലോ. അതാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്വാഭാവികത വരും, ടെൻഷനില്ല, ഒന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ വരുമ്പം അങ്ങനെ കിട്ടുന്ന ആ അറിവാണ് യഥാർത്ഥ അറിവ്, അനുഭവം. അപ്പം അനുഭവജ്ഞാനം ആണ് ആ അറിയലെന്ന് പറയുന്ന ആ യഥാർത്ഥ അറിവ്, അതായത് സത്തയെ അറിയുന്ന അറിവ്. ഇതാണ് നമ്മളിപ്പം പറഞ്ഞ കാര്യം. നാം എപ്പോഴും ആ നിത്യസത്യത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ചിന്തകൾ തിരതല്ലി വരുമ്പോൾ അത് മറയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ അറിയാനാകും അത് സംഭവിക്കുന്നതും ആ നിത്യസത്യത്തിൽ നിൽക്കുന്ന എന്നിൽ തന്നെയാണെന്ന്. ഗുരു സമക്ഷം, ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗുരു സമക്ഷം നിന്നാൽ 24 മണിക്കൂറും ജാഗ്രതയിൽ നിൽക്കുവാൻ ആകും. നമുക്ക് നമ്മുടെ സ്വാഭാവിക ഭാവത്തിൽ ജാഗ്രതത്തിൻ്റെ അമൃതം നുകരുവാൻ ആകും. ഗുരു പകർന്നു തരുന്ന ആ വിദ്യ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്മീയ ജ്ഞാനം ഗുരുവിൽ നിന്നും സ്വീകരിക്കുമ്പോൾ അതിന് ജീവൻ ഉണ്ടായിരിക്കും. കാരണം പ്രയത്നരഹിതമായി എങ്ങനെ
നിൽക്കാം എന്ന് വിദ്യ ഗുരുമുഖത്ത് നിന്നും അല്ലാതെ എവിടെ നിന്ന് കിട്ടാനാ? ഹരി ഓം. ഹരി ഓം. നമ്മളെപ്പോഴും കാണുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങളെ. നമ്മളൊരു സാധകൻ എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ മനസ്സുണ്ടാവുമെന്ന് പറയും. അങ്ങനെയാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ മനസ്സുണ്ടെങ്കിൽ ഒരു സാധകന് വളരാൻ പറ്റുള്ളൂ എന്ന് പറയും. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമുക്കറിയാം അവരുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, അവർ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നത് നമ്മൾ പഠിപ്പിച്ചിട്ടല്ല. അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അതും നമ്മൾ പഠിപ്പിച്ചിട്ടല്ല. എവിടെ നിന്നോ അവർ പഠിക്കുകയാണത്. നമ്മുടെ ആക്ഷൻസിലൂടെ ആയിരിക്കാം, നമ്മുടെ ശബ്ദങ്ങളിലൂടെ ആയിരിക്കാം. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മോനെ വാ ഇങ്ങ് വരൂ എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷൻ കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് അവർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവർക്കറിയാൻ പറ്റുന്നു അത്. അപ്പം യഥാർത്ഥത്തിൽ അതാണ് സ്വാഭാവികത. പ്രകൃതിയിൽ തന്നെ നോക്കിയാൽ അറിയാം, പശു മൃഗാദികൾ അവർ ജനിച്ച് വീണ ഉടനെ തന്നെ അവർക്കറിയാം അമ്മയുടെ പാല് കുടിക്കാൻ. അവർ നേരെ അമ്മയുടെ അടുത്ത് പോയി പാല് കുടിക്കുന്നു. എങ്ങനെ അറിവ് ലഭിച്ചു അവർക്ക്? അവരെണീറ്റ് നടക്കുന്നു, ആരുടെയും സഹായമില്ലാതെ. എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ അവരെല്ലാം ആ പ്രകൃതിയുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുകയാണ്, സ്വാഭാവികതയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രകൃതിയിൽ ആ അറിവുണ്ട്. യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് ആ ബോധം പ്രകൃതിയിലുണ്ട്. അവർക്കതിനെ റിസീവ് ചെയ്ത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നു, ആരുടെയും ഹെൽപ്പില്ലാതെ, സ്വാഭാവികതയിൽ. എന്നാൽ നമ്മൾ മനുഷ്യർക്ക് ഏതോ ഒരു സമയത്ത് ആ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോയി. അതേത് സമയത്താണ്? മനസ്സെപ്പോഴാണോ നമ്മളിൽ ജനിച്ചത്, പൊട്ടിമുളച്ചത്, അപ്പോൾ നമ്മുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടു. പിന്നെ അവന് ആ പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ കട്ടായിപ്പോയി. ആ ബോധം അവനിലേക്ക് പ്രവേശിക്കാതായിപ്പോയി. മനസ്സിൻ്റെ ആ പ്രവർത്തനങ്ങളിലൂടെ ആ സ്വാഭാവികത അവനിൽ തടസ്സപ്പെടുകയാണ് ചെയ്തത്. ആ ഫ്ലോ നഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ എന്ത് ചെയ്യേണ്ടി വരുന്നു? അവൻ്റെ മനസ്സുപയോഗിച്ച്, അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ അവൻ മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടി വരുന്നു. അതായത് ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതും അവൻ വായിച്ചറിയുന്നതും കേട്ടറിയുന്നതും വച്ച് അവൻ ഇതാണ് അറിവ് എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മനസ്സുകൊണ്ട്. അപ്പോൾ ആ സ്വാഭാവികമായ ആ യഥാർത്ഥ അറിവാണോ, സ്വാഭാവികമായിട്ടുള്ള അറിവാണോ ലഭിക്കുന്നത്? അല്ല. കളക്ഷൻ ഓഫ് നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസാണ് അവിടെ ലഭിക്കുന്നത്, ഡേറ്റയാണ് ലഭിക്കുന്നത്, യഥാർത്ഥ അറിവല്ല. അതിലൂടെയാണ് ഒരു സാധകൻ മുന്നോട്ട് സഞ്ചരിക്കുന്നത്, വളർന്നു വരുന്നത്. എന്നാൽ ഈ സാധകൻ ബോധപ്രാപ്തനായിട്ടുള്ള ഗുരുവിൻ്റെ കീഴിൽ നിന്ന് സാധന അഭ്യസിക്കുമ്പോൾ, ആ ഗുരുവിനടുത്തെത്തുമ്പോൾ അവിടെ മനസ്സ് നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്. ആ അറിവ് അവനിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ബോധപ്രാപ്തൻ ആ ബോധത്തിൽ നിൽക്കുകയാണ്, സദാ ബോധമായിട്ട് വർത്തിച്ച് ആ ഒരു ഒഴുക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ബോധപ്രാപ്തൻ്റെ അടുത്തെത്തുമ്പം സ്വാഭാവികമായിട്ടും ഒരു സാധകൻ്റെ മനസ്സടങ്ങും, അതുമായിട്ട് കണക്റ്റഡ് ആവും, പ്രകൃതി അല്ലെങ്കിൽ ആ ബോധവുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോഴവൻ എന്താണോ ലഭിക്കേണ്ടത് അത് കറക്റ്റായിട്ട് അവൻ ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു സാധകൻ പടിപടിയായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആദ്യം ഗുരുജിയെ പരിചയപ്പെട്ട്, ആദ്യം അവധൂതജിയെ പരിചയപ്പെട്ട് നമ്മൾ തുടങ്ങി വരുമ്പോൾ, ആ സാധന പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി വരുമ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ദിവസം ഗുരുജി സാധാരണ അനുഗ്രഹം വാങ്ങിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ഗുരുജി അല്ലെങ്കിൽ ഗുരു എന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമേ, അല്ലെങ്കിൽ എനിക്ക് അറിവ് പകർന്നു നൽകണമേ, എനിക്ക് അങ്ങയോട് അകമഴിഞ്ഞ ഭക്തി ഉണ്ടാവണമേ, എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ അങ്ങ് തന്നെ നയിക്കണമേ എന്നെല്ലാം ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളുണ്ടാവും നമ്മുടെ മനസ്സിൽ. എന്നാൽ പിന്നീട് പോകുമ്പോൾ ആ പ്രാർത്ഥന കുറഞ്ഞു വരും. അതുപോലെ ഒരു നാൾ ഗുരുജിയുടെ മുന്നിൽ വന്ന് എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചപ്പോൾ ഒരു ചിന്തയും വന്നില്ല, ബ്ലാങ്ക് ആയിരുന്നു, ഒന്നും വന്നില്ല. നമസ്കരിച്ചു, എണീറ്റു. അപ്പോൾ ഗുരുജിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഗുരുജി ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, സാധാരണ ഇങ്ങനെയല്ല, ഞാൻ
പ്രാർത്ഥിക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇതാണ് ഒരു സാധകൻ എത്തിപ്പെടേണ്ട അവസ്ഥ. അതിൻ്റെ ഒരു ഗ്ലിംസ് ബാലു കണക്റ്റഡ് ആയതുകൊണ്ട് കിട്ടിയതാണ്. ഇത് നിലനിർത്തുകയാണ് ഒരു സാധകൻ്റെ ലക്ഷ്യം. അതിന് ഈ ഒരു പരിണാമങ്ങൾ നമ്മളിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു നിശ്ചലത, ആ ഒരു സൈലൻസ് ബോധപ്രാപ്തനോട് നിൽക്കുമ്പോൾ നമ്മൾ ലഭിക്കും. അപ്പം അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പിടികിട്ടി. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നിരീക്ഷകനെ ഉണർത്തണം. അവിടെയാണ് ആ നിരീക്ഷകൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ നിരീക്ഷകൻ നമ്മളിൽ ഉണരുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വാഭാവികതയിൽ നിൽക്കാനും മനസ്സിനെ നിരീക്ഷിക്കാനും മനസ്സിനെ അടക്കാനും സാധിക്കുന്നത്. അതിലേക്ക് എപ്പോൾ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നോ നമ്മളിലേക്ക് ആ ബോധം, ആ അറിവ് ഒഴുകിക്കൊണ്ടേയിരിക്കും. ബോധപ്രാപ്തനോട് നിൽക്കുമ്പോൾ ആ അറിവ് സ്വാഭാവികമായിട്ട് നമ്മളിൽ തിരിച്ചറിവായിട്ട് നമുക്ക് ലഭിക്കും. എന്നാൽ ഈ തിരിച്ചറിവ് ലഭിച്ചാലും എന്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വീണ്ടും വിഷമതകളിലേക്ക് വീണു പോകുന്നു? ബോധപ്രാപ്തനോടൊപ്പം സഞ്ചരിക്കുകയാണ്, എന്നിട്ടും എന്തുകൊണ്ട് വീണു പോകുന്നു? അതിന് കാരണം നമ്മൾ നിരീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സുണ്ടല്ലോ. നമ്മൾ തുടക്കത്തിൽ മനസ്സിനെയാണ് നിരീക്ഷിക്കുന്നത്, മനസ്സിനോടൊപ്പമാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് മനസ്സിൻ്റെ സ്വാധീനം നമ്മളിൽ വരും. അതാണ് നമ്മൾ വീണ്ടും ഒരു ഡ്രൈനെസ്സിലോട്ടോ ഒരു തൃപ്തിയില്ലായ്മ നമ്മളിൽ വരും നിരീക്ഷിക്കുന്നുവെങ്കിലും. അപ്പം ഈ നിരീക്ഷണത്തിലൂടെ നമുക്ക് അനുഭവം കിട്ടുന്നു. അനുഭവത്തിലൂടെയാണല്ലോ തിരിച്ചറിവ് കിട്ടുന്നത്. എന്നാൽ ആ അനുഭവം കിട്ടിയിട്ടും വരാത്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. മനസ്സിൻ്റെ ഇൻഫ്ലുവൻസ് അത്രയും വരുന്നു. അപ്പം ആ അറിവ് പൂർണ്ണമായിട്ടും നമ്മൾ ലഭിക്കാത്തത് നമ്മളിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ആ അനുഭവത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്. എനിക്ക് ഇന്നൊരു തിരിച്ചറിവ് ലഭിച്ചു, ഓക്കെ, എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കും, ഈ വഴി കറക്റ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴും അവിടെ എന്ത് വരുന്നു? ആശയങ്ങളും സങ്കല്പങ്ങളും വ്യാഖ്യാനങ്ങളും ഇതെല്ലാം വരികയാണ്. അപ്പോൾ മൈൻഡിൻ്റെ ഇൻഫ്ലുവൻസ് വരികയാണ്. അപ്പോൾ കറക്റ്റായിട്ടും നമുക്ക് ആ അറിവിനെ ലഭിക്കില്ല. നമ്മൾ അനുഭവിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് രീതിയിലും നമ്മളൊന്ന് താഴുന്നു, വീണ്ടും ഉയർന്നു വരുന്നു, അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നിരീക്ഷകനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ആ സത്തയിലേക്ക്, ആ സത്തയുടെ അനുഭവം നമ്മളിൽ വന്ന് ആ മാറി നിന്ന് കാണാൻ പറ്റുന്നത്. വൃത്തത്തിനുള്ളിൽ കിടന്ന് കറങ്ങുന്ന നമ്മളെ നിരീക്ഷകനിലൂടെ കണ്ടെത്തി ആ നിരീക്ഷകൻ ശക്തിപ്പെടുമ്പോൾ വൃത്തത്തിനുള്ളിൽ നിന്നും ആ നിരീക്ഷകൻ നമ്മളെ പുറത്തെത്തിക്കും. അപ്പോഴും നമുക്ക് ആ വൃത്തത്തെയും കാണാം, വൃത്തത്തിൻ്റെ ഉള്ളിലെ നമ്മളെയും കാണാം, ആരാണിത് അനുഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സത്തയുടെ യഥാർത്ഥ അറിവ്, ആ ആനന്ദം അതിലിങ്ങനെ ലയിച്ച് അതായിട്ട് മാറി ജീവിക്കാൻ സാധിക്കും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. അറിവ്, അറിയൽ, നിരീക്ഷകൻ. വൃത്തത്തിലെ ശൂന്യത ചർച്ച നമ്മൾ പലപ്പോഴും തുടങ്ങിയതിന് ശേഷം നിരന്തരം നമ്മൾ ദിവസവും ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു വിഷയമാണ് നിരീക്ഷകൻ. പക്ഷേ നിരീക്ഷകനെ പലപ്പോഴും ഞാൻ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും ഞാൻ പിടിക്കുന്നത് കണക്ക്. പക്ഷേ എനിക്കിതുവരെ പിടിതരാതെ പോകുന്നൊരു വസ്തുവാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്കിതിന് എന്താണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ഇന്ന് അറിയലെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നം? അപ്പം ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ വീട് കത്തുകയാണെന്ന് വെച്ചോളൂ. കത്തുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യണം. നമ്മൾ ഫയർ എഞ്ചിൻ വിളിക്കും, അല്ലെങ്കിൽ ആരൊക്കെ ഹെൽപ്പിന് നമ്മൾ വിളിക്കും, വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അത് അണഞ്ഞു പോകാനുള്ള ഗ്യാസസ് ഉപയോഗിക്കണം, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ അറിയോ അതൊക്കെ നമ്മൾ ചെയ്യും. എന്നാൽ ആന്തരിക
പ്രവർത്തനത്തെ. നിരീക്ഷകന് നമുക്കൊരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അതിനൊരു രൂപം കൊടുത്തോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതിനെ എങ്ങനെ ആ നിരീക്ഷണത്തെ അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഇപ്പം നമുക്ക് പലപ്പോഴും നമുക്ക് ആത്മീയ പാതയിൽ പോകുമ്പം നമുക്ക് പലപ്പോഴും പല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, തിരിച്ചറിവുകൾ കിട്ടിയിട്ടുണ്ട്, കൊട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും, നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, സത്യത്തെക്കുറിച്ചുള്ള ഇതെല്ലാം നമുക്ക് വരുന്നുണ്ടാവും. പക്ഷേ എന്തോ എവിടെയൊക്കെ വീണ്ടും നമ്മൾ ഇതിനെ ഡിസ്കണക്റ്റഡ് ആയി പോകുന്നു. ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായി വരുന്നു. എന്തുകൊണ്ട് നമുക്ക് ആ സമയത്ത് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല? ശരിക്കും നമ്മുടെ പുര കത്തുകയാണ് അവിടെ. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം. ആധിയാണ്, വ്യാധിയാണ്, മനസ്സിൽ ചിന്തകൾ നിരന്തരം വരുന്നു. ഈ ചിന്തകൾ എവിടെ നിന്ന് വരുന്നു? എങ്ങനെ വരുന്നു? ഇതിൻ്റെ പ്രതലം എന്താണ്? ഗുരു പറയുന്നു, നിനക്കറിയാം ചിന്തകളാണ് എൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ ധ്യാനിക്കാൻ ഞാൻ ശ്രമിക്കുന്നു, പലതും ഞാൻ ചെയ്യുന്നു, പല പ്രക്രിയകൾ, പല ഗുരുക്കന്മാർ പറഞ്ഞ രീതികൾ, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, മനനം ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. എന്തേ ആ സമയം ഞാൻ പരാജിതപ്പെടുന്നു? എന്തേ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല? സാധകർ നിരന്തരം ചോദിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവരോരോരുത്തരും അവനോട് ചോദിക്കുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഗുരു 100 വട്ടം ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, എന്തേ ഗുരു ഞാൻ പിന്നെ ഇങ്ങനെയായി പോകുന്നത്? നമുക്കോരോരുത്തരും നമ്മൾ ചോദിച്ചാൽ നമ്മൾ ചോദിക്കാത്തവർ വിരളമായിരിക്കും. അവിടെയാണ് ഗുരു പറയുന്നത്, എനിക്ക് ഇതിന് ഒരു ഉത്തരം, എന്തിനും നമുക്ക് ഒരു ഉത്തരം ഭൗതികതയിലുണ്ടാവും. നീ ഇത് ചെയ്താൽ അതിനൊരു പരിഹാരമുണ്ടാവും. ആത്മീയ തലത്തിൽ വരണമെങ്കിൽ അവൻ അറിയേണ്ടത്, ഇത് ഗുരു പറയുന്നതാണ്, ഇത് എവിടെ നിന്നു ഉദിച്ചു, ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്, ഇതിൻ്റെ കാരണം എന്താണ്, അത് നീ സ്വയം തിരിച്ചറിയണം. അതാണ് ഗുരു പറയുന്നത്. നിരീക്ഷകൻ്റെ സ്റ്റേജസ് ഉണ്ട്. ആദ്യം നമ്മൾ അറിവുകളൊക്കെ, നമുക്ക് ധാരാളം അറിവ് ഇതുണ്ട്. ആ അറിവുകളെ നീ ആദ്യം പ്രയോഗിക്കുക. പരാജയപ്പെടും, വിഷമിക്കരുത്. നീ മുമ്പോട്ട് പോവുക, വീണ്ടും മുമ്പോട്ട് പോകുന്ന എന്താണ്? എങ്ങനെയാണോ ആ പ്യൂപ്പ സ്റ്റേജിൽ നിന്ന് ബട്ടർഫ്ലൈ ആയിട്ട് വരുന്നത്, അതിൻ്റെ അത് നടക്കും. ആ പരിണാമം നടക്കണമെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, വിട്ടുകൊടുക്കുക. സ്വാഭാവികമായി ആ പ്രക്രിയ നടക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയവും നിയതിയുമുണ്ട്. അതിന് നീ മനസ്സിനെ കൂട്ടുപിടിക്കരുത്. മനസ്സിനെ കൂട്ടുപിടിച്ചാൽ ആ സ്വാഭാവികതയ്ക്ക് വിഘ്നം വരും. നീ ചെയ്യേണ്ടത് ലെറ്റ് ഇറ്റ് കം, ലെറ്റ് ഇറ്റ് കം, let it go. You feel it. Don't give any attribute to it. The moment you are attached to that thought, that feelings, കാരണം ഇതെല്ലാം ഗുരു വീണ്ടും പറഞ്ഞിട്ടുണ്ട്. We are not living in the present. We are living in the past, in the future, never in the present. And thoughts does not arise at the present. It is connected to the past, it is connected to the future, and it is arising out of your imaginations. So the moment we are able to be at that present moment without attributing anything to it,
enjoy that moment as it is, not trying to define it, not trying to give any form of a definition to it, whether it is good or bad. If you can be at that present, for being at present, it is important to understand some facts. That present moment comes to you from the grace of the master. ആ കൊക്കോണിൻ്റെ സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ അത് ഐ വിൽ എന്തുകൊണ്ട് ശരിക്കും നമുക്ക് ഒരു പരിവ്രാജക ജീവിതം എന്ന് ഗുരു പറയുന്നുണ്ട് പലപ്പോഴും. ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? നമ്മൾ ഈ ഒരു ശരീരമെടുത്തു, ജന്മമെടുത്തു, എന്തുകൊണ്ട്? വി ഹാവ് നത്തിങ്. നമ്മൾ ഏത് കുലത്തിലോ ഏത് ഇതിലോ റിച്ച് ഓർ പുവർ, ആ ഫാമിലിയിൽ എന്തോ ജനിച്ചത്, നമുക്ക് വി ഹാവ് നോ റോൾ. ബട്ട് ഇറ്റ് ഈസ് something that has been destined by some force which we do not know. But what a real master can do is, he can transform you. In which way? He gives a protective cocoon around you, create a big circle around you. അദ്ദേഹം ചെയ്യുന്നത്, ആ ബോധപ്രാപ്തൻ, ആ മാസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ പ്രാരാബ്ധങ്ങളെ അദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് അദ്ദേഹം ആകെ നിൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ പകർന്നു തന്നിരിക്കുന്ന എൻ്റെ തപസ്സിൻ്റെ ശക്തിയായ സാധന നീ എന്നിൽ സമർപ്പിച്ച് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ നിമിഷത്തിൽ ആ തിരിച്ചറിവിലേക്ക്, ആ നാച്ചുറൽ സ്റ്റേറ്റിൽ. അതിന് നീ വേറെ ഒന്നും കൊടുക്കണ്ട. എനിക്ക് എപ്പോൾ എത്താൻ പറ്റും, എനിക്ക് എത്ര യാത്ര ചെയ്യാനുണ്ട്, ഒരു വ്യാഖ്യാനവും കൊടുക്കണ്ട. ഞാൻ ശരീരമാണോ, മനസ്സാണോ, ആത്മാവാണോ, നത്തിങ്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ദാറ്റ് ഗ്രേസ് ദാറ്റ് ടേക്സ് യു. When we understand that value, we would always be in the present. അതിൽ കൂടി മാത്രമേ നമുക്ക് ആ യഥാർത്ഥ അറിവിലേക്ക്, ആ നാച്ചുറൽ ഫ്ലോയിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ പറ്റൂ. ആ തിരിച്ചറിവ് എല്ലാവരിലും സംഭവിക്കട്ടെ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അറിവ് സ്വാഭാവികതയിലാണ് നിലകൊള്ളുന്നത്. അറിവ് ഒരിക്കലും സൃഷ്ടിക്കപ്പെടുന്നില്ല. എന്നാൽ അറിയുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മളിൽ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒന്ന് പ്രയത്നരഹിതമായി അറിയുന്നു, ഒന്ന് പ്രയത്നത്തോടു കൂടി അറിയുന്നു. ഗുരുജി ഇവിടെ ഒരു ഉദാഹരണം നമുക്ക് തന്നിട്ടുണ്ട്. എപ്രകാരമാണ് ഒരു ചിത്രശലഭം തൻ്റെ ജീവിതചര്യ പൂർത്തിയാക്കുന്നത്, എന്നിട്ട് അത് ഈ ലോകത്തിലേക്ക് പറന്നുയരുന്നത്. ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ആ തന്നറിവിലൂടെ തന്നെയാണ്. അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കാത്ത തന്നിൽ സ്വായത്തമാക്കിയ സ്വാഭാവികതയിൽ നിലകൊണ്ടുള്ള ആ അറിവിലാണ്. എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു മനുഷ്യ ശിശു വളർന്നു വരുന്നത് എങ്ങനെയാണ്? അവൻ സ്വാഭാവികതയിലാണ് ജീവിച്ച് തുടങ്ങുന്നത്. എന്നാൽ ക്രമേണ അസ്വാഭാവികതയിലേക്ക് എത്തുന്നു. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചിന്തിച്ചാൽ അറിയാം. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ തന്നെ കമന്ന് വീഴുന്നു, മുട്ടയിലെഴയാൻ തുടങ്ങുന്നു, നടക്കാൻ ശ്രമിക്കുന്നു. ഈ നടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും? ഒരു വോക്കർ മേടിച്ചു കൊടുക്കും. എന്താണ്? അവന് തനിയെ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ എന്തു ചെയ്യും? അത് വെച്ച് ഓടാൻ ശ്രമിക്കും. അപ്പോൾ അവൻ്റെ ആ സ്വാഭാവികത അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത് നിൻ്റെ അച്ഛനാണ്, ഇത് നിൻ്റെ അമ്മയാണ്, ഇത് നിൻ്റെ സഹോദരനാണ്, ഇത് നിൻ്റെ കളിപ്പാട്ടമാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ്? ഞാനും എൻ്റേതും എന്ന് പറയുന്ന ഒരു അവസ്ഥ അവനിൽ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ മനസ്സ് പ്രബലമായി ഉദിക്കാത്ത ആ കുഞ്ഞിലേക്ക് മനസ്സിനെ ഉദ്ദീപിപ്പിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ, അല്ലെങ്കിൽ അഹത്തെ
ഉദ്ദീപിച്ചു കൊടുക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി അവൻ വളർന്നു വരുമ്പോൾ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് പോകേണ്ടവനെ എന്ത് ചെയ്യുന്നു? ആ ശുഷ്കമായ സൂക്ഷ്മ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഘടകങ്ങളിലേക്ക് തളച്ചിടുന്നു. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്? അസ്വാഭാവികത വളർന്നുകൊണ്ടേയിരിക്കുന്നു. അവ ക്രമേണ വളർന്നു കഴിയുമ്പോൾ ഈ അറിവുകൾ അവൻ ശേഖരിക്കാൻ തുടങ്ങും. അറിഞ്ഞോ അറിയാതെയോ അവനിലേക്ക് ഒരു അക്യുമുലേഷൻ ആ അറിവിൻ്റെ നടക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കടൽ തീരത്ത് പോകാറുണ്ട്. അപ്പോൾ ആദ്യം എന്താ പറയും? സൂര്യൻ കിഴക്കുതിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. പടിഞ്ഞാറാകുമ്പം സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകുന്നു. അപ്പോൾ ഭാവനാത്മകമായി അതിനെ കാണാൻ ശ്രമിക്കും. എന്നാൽ വേറൊരു അവസ്ഥ ഉണ്ട്. നമ്മൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ എന്ത് വരും? കിഴക്ക് ഉദിക്കുന്നുമില്ല, പടിഞ്ഞാറ് അസ്തമിക്കുന്നുമില്ല. ഭൂമി കറങ്ങുന്നത് കൊണ്ട് അത് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ശാസ്ത്രബോധവുമുണ്ട്, അവനിൽ ആ ഭാവനാത്മക സങ്കല്പവുമുണ്ട്. ഇത് രണ്ടും ഒരു എന്താണ് ഒരു അറിവായിട്ട് അവനിൽ നിലകൊള്ളുന്നു. അപ്പോൾ രണ്ട് അറിവാണ് അവനിൽ നിലകൊള്ളുന്നത്. അപ്പം ആ അറിവിനെ വേർതിരിച്ച് അവനവിടെ മെമ്മറി ലൊക്കേഷൻസ് സ്വീകരിക്കപ്പെടുന്നു. എപ്പോഴാ വ്യക്തി പ്രായമായാലും ചെല്ലുമ്പോൾ എന്താണ്? കളിത്തീരം കാണുമ്പോൾ എന്താ? സൂര്യൻ ഇപ്പം അസ്തമിക്കും എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിലേക്കായിരിക്കും അവന് എപ്പോഴും സഞ്ചരിക്കുക. എന്ന് വെച്ചാൽ ഭാവന വളർത്തിക്കൊണ്ടിരിക്കും. അവൻ ഇനി കുറച്ചുകൂടെ ഭാവനാത്മകമാണെങ്കിൽ അവൻ കവിത എഴുതാൻ തുടങ്ങും. അതിനെപ്പറ്റി ഫോട്ടോ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഫോട്ടോസ് എടുക്കും. അപ്പോൾ അവൻ്റെ അറിവ് എന്താണ്? വേർതിരിച്ച് അവന് ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സൈക്കിള് ഓടിക്കാൻ പഠിക്കുമ്പോൾ കിട്ടുന്ന ആ അറിവ് അവൻ ആ സൈക്കിൾ ഓടിക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കാർ ഓടിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ശേഖരിച്ച് വെക്കുന്ന അറിവുകൾ വിഘടിതമായ രൂപത്തിൽ നമ്മളിൽ നിലകൊള്ളുന്നു. നമുക്കതുകൊണ്ട് പ്രയോജനപ്പെടുന്നില്ല പല ഘട്ടങ്ങളിലും. അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം മനസ്സുപയോഗിച്ചാണ് അതിനെ എല്ലാത്തിൻ്റെയും കണ്ടത്. ആ മനസ്സുകൊണ്ട് വേർതിരിച്ച് അറിഞ്ഞറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾക്ക് ആ അറിവ് സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ അറിവുകൾ ശേഖരിച്ച് വയ്ക്കുന്നു. അപ്പോൾ അസ്വാഭാവികതയിൽ ജീവിച്ച് പല ഘട്ടങ്ങളിലൂടെ അവൻ ജീവിച്ചു പോകുമ്പോൾ അവൻ്റെ അപൂർണത അവൻ സ്വയം തിരിച്ചറിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപൂർണതയുടെ കാരണം എന്താണെന്ന് അവൻ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ബോധപ്രാപ്തൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ശിഷ്യത്വം അവന് ലഭിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ബോധവികാസം സംഭവിക്കുന്ന തീർച്ചയായിട്ടും ഗുരു സന്നിധിയിൽ ആ ബോധവികാസം അവന് സംഭവിക്കും. അവനിൽ നടക്കുന്ന പ്രോസസ്സിനെ പറ്റി അവൻ വ്യക്തമായി അവന് ഗുരു മനസ്സിലാക്കി കൊടുക്കും. അപ്പം സംഭവിക്കുന്നത് എന്താണ്? അവൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അറിവുകൾ കൊണ്ട് പ്രയത്നരഹിതമായി ജീവിക്കേണ്ട ഒരു വ്യക്തിയാണെന്ന് അവൻ സ്വയം മനസ്സിലാക്കും. അപ്പോൾ ആ പ്രയത്നരഹിതമായി ഉള്ള ജീവിതത്തിലേക്ക് എന്ന് വെച്ചാൽ സ്വാഭാവികതയിലേക്ക് കടക്കാൻ അവൻ ആഗ്രഹിക്കും. അപ്പോൾ സംഭവിക്കുന്ന അവിടെ എന്താണ്? ഒരു സാധകൻ സ്വാഭാവികതയിലാണ് ജീവിക്കേണ്ടതെന്ന് അവൻ മനസ്സിലാക്കും. 100% ശരിയാണ്. കാരണം എന്താണ്? മറ്റുള്ളവരെ അസ്വാഭാവികതയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവനിലേക്ക് നോക്കാനാണ് ഗുരു പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ, ദഹനം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ഹൃദയമിടിപ്പ്, ഇതെല്ലാം സ്വാഭാവികതയിലാണ് സംഭവിക്കുന്നത്. ഇതിന് നമുക്ക് യാതൊരുവിധ ബാധ്യതയുമില്ല. അത് ആ പ്രോസസ്സ് നടക്കും. പക്ഷേ നമ്മൾ ചിന്ത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പലതിനെയും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ സത്യം അറിയാനുള്ളതാണ്. പക്ഷേ അതാണോ സംഭവിക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്താണ്? നമ്മൾ മനസ്സ് ബുദ്ധി ചിത്തത്തിൽ ശേഖരിച്ച അറിവ്, അഹം, ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കാണാൻ ശ്രമിക്കും. പക്ഷേ നമ്മളിൽ ആ അപൂർണത്വം നിലകൊള്ളുന്ന അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ബോധപ്രാപ്തനായ ഗുരു നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് സാധന ഉപദേശിക്കും. നീ ആ സാധനയിലൂടെ വളർന്നു വരാൻ ആവശ്യപ്പെടും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതിനെ അനുഭവിച്ചറിയാനുള്ള ഒരു തലം വരും. എപ്രകാരമാണോ മുള്ളു കൊണ്ടാൽ കാല് മുറിയും എന്നൊരാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും, ഒരു മുള്ളു കൊണ്ടിട്ട് അത് വലിച്ചൂരിയിട്ട് മുള്ളു കൊണ്ടാൽ വേദന എടുക്കുന്നു എന്ന് പറയുന്ന രണ്ടവസ്ഥയാണ്. ആദ്യത്തെ എന്താണ്? നമ്മളത് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. മുള്ളു കണ്ടിട്ട്
കൊണ്ടാൽ വേദന എടുക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത് മുള്ള് കൊണ്ടിട്ട് അത് ഊരിയെടുത്ത ശേഷം വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അനുഭവിച്ചറിഞ്ഞു, ആ വേദന അനുഭവിച്ചറിഞ്ഞു. അതേപോലെ പോസിറ്റീവായാലും നെഗറ്റീവായാലും പല ഫാക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ എന്ത് ചെയ്തിട്ട് നമുക്ക് അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവൻ അനുഭവ തലത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ആ കടന്നുവരവാണ് അവനെ ശരിക്കും ആ നിരീക്ഷണം എന്ന് പറയുന്ന അവസ്ഥയിലെത്തിക്കുന്നത്. അപ്പോൾ നിരീക്ഷകൻ വളർന്നു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മളിൽ ആ തന്നറിവ് വളർന്നു വരും. സ്വാഭാവികതയിൽ ലഭിക്കേണ്ട അറിവ് ബോധപ്രാപ്തനായ ഗുരു നമുക്ക് പല ടീച്ചിങ്സും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് സ്വായത്തമാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എപ്രകാരം ജീവിക്കണം? ആ അനുഭൂതിയുടെ തലത്തിലൂടെ ജീവിക്കണം. നമ്മളിൽ ബോധവികാസം പ്രാപിക്കണം. നമ്മളിൽ അറിഞ്ഞറിഞ്ഞു പോകാനുള്ള ത്വര ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റ് ഘടകങ്ങളെയൊക്കെ അപ്രസക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിരീക്ഷകൻ പ്രബലമായി നമ്മളിൽ ഉണരണമെങ്കിൽ മറ്റ് ഘടകങ്ങളിലും ഒട്ടലില്ലായ്മ നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികതയിലേക്ക് കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സാധകനെ സംബന്ധിച്ചോളം തൻ്റെ നിരീക്ഷണ പാടവം വളർത്തിയെടുക്കുകയുള്ളൂ. നിരീക്ഷകനും നിരീക്ഷിക്കുന്ന വസ്തുവും നിരീക്ഷണവും അതായത് ത്രിപുടി ലയനത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അവൻ്റെ പൂർണ്ണത്വം സംഭവിക്കുകയുള്ളൂ. അവന് സത്യം അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറയും നമ്മുടെ ഉള്ളിൽ സത്ത നിലകൊള്ളുന്നുണ്ട്, പക്ഷേ അതിനെ അറിയാൻ സാധിക്കുന്നുണ്ടോ? അനുഭൂതി തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. മറ്റ് ഘടകങ്ങളൊക്കെ അതിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വേർതിരിച്ച അറിവുകളിലല്ല ജീവിക്കേണ്ടത്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ആ ബോധപ്രാപ്തനായ ഗുരു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. കാരണം എന്താണ്? നമ്മളുടെ ആന്തരിക പ്രയാണം ആ ബോധപ്രാപ്തന് നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. ജീവിതത്തിൽ നമ്മൾ ഒരു സാധകനായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, നമ്മൾ ആ ബോധപ്രാപ്തൻ്റെ ഒപ്പം സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നിരീക്ഷണത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റ് ഘടകങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് നിരീക്ഷണത്തിൻ്റെ പ്രബലതയെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിഞ്ഞറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾക്ക് ഉള്ളംകൈയിൽ ഇരിക്കുന്ന നെല്ലിക്ക പോലെ എല്ലാം ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രയത്നരഹിതമായി ഇരുന്നിട്ട് കാര്യമില്ല. ഒരു സാധകൻ പ്രയത്നിക്കേണ്ടവനാണ്. അവൻ സ്വാഭാവികതയിലേക്ക് പ്രയത്നിച്ച് പോയേ മതിയാവുള്ളൂ. അസ്വാഭാവികതയിലും സ്വാഭാവികതയിലേക്ക് കടന്നു വരാൻ അവനെ ബോധപ്രാപ്തനെ ഗുരു സഹായിക്കും. ആ ബോധപ്രാപ്തൻ്റെ പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഏത് മനുഷ്യനും ഒരു കാലമുണ്ട്. അവൻ കാട്ടാളനായാലും ദേവേന്ദ്രനായാലും അങ്ങനെ കാട്ടിൽ മോഷ്ടിച്ചും വേട്ടയാടിയും നടന്ന രത്നാകരൻ്റെ സമയം തെളിഞ്ഞു. അപ്പോൾ അവൻ്റെ ഗുരു സപ്തർഷികളുടെ രീതിയിൽ സപ്തർഷികളുടെ അവതാരമെടുത്ത് അവൻ്റെ അടുത്തേക്കെത്തി. സ്വാഭാവികമായും ആ സപ്തർഷികളുടെ ശാരീരികമായ സൗന്ദര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾ മാത്രമാണ് രത്നാകരൻ ആദ്യം കണ്ടത്. അവൻ്റെ മനസ്സ് അവിടെ വർക്ക് ചെയ്തപ്പോൾ അവൻ എന്തൊക്കെയാണോ അവരിൽ ഉണ്ടായിരുന്നത്, അവൻ നനച്ചു വെച്ചിരുന്നത് എന്താണോ ഭാണ്ഡക്കെട്ടിൽ ഉണ്ടായിരുന്നത്, ആ ഭാണ്ഡക്കെട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു, കവർന്നെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവരൊരു കണ്ടീഷൻ വെച്ചു, ഇത് നിനക്കുള്ളതാണ്, ഈ ഭാണ്ഡക്കെട്ട് നിനക്കുള്ളതാണ്. പക്ഷേ നീ നിൻ്റെ കൂടെ നിൽക്കുന്നവരോട് പോയി ഒരു കാര്യം ചോദിക്കണം. നീ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മഫലം അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ ശതമാനക്കണക്കിൽ സ്വീകരിക്കുന്നു. വളരെ വലിയ വിശ്വാസമായിരുന്നു രത്നാകരന്. അവൻ ഓടി വീട്ടിൽ ചെന്നു, എല്ലാവരോടും തിരക്കി. പറഞ്ഞു, ഇതൊക്കെ നിൻ്റെ ചുമതലയിൽ വരുന്നതാണ്, നിൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ്. കിട്ടുന്നത് നീ മേടിക്കുകയും വേണം, ഇപ്പം കിട്ടുന്നത് എനിക്ക് തരുകയും വേണം എന്നാണ് അവരെല്ലാം സമാധാനം പറഞ്ഞത്. ഒരു വലിയ അറിവ്
രത്നാകരന് ആ അനുഭവത്തിലൂടെ കിട്ടി. കർമ്മഫലം അതെന്തായാലും അനുഭവിക്കേണ്ടത് അവനവൻ തന്നെ എന്ന വലിയ അറിവ് സപ്തർഷികൾ അവർക്ക് പകർന്നു കൊടുത്തു, രത്നാകരന് പകർന്നു കൊടുത്തു. ആ അറിവ് അറിയലായി മാറണം. അറിവിൽ പ്രയത്നം കൊടുക്കുന്നത് മനസ്സാണ്, അതറിയലാകത്തുമില്ല. പ്രയത്നരഹിതമായ അറിവാണ് അറിയലായി രൂപാന്തരം പ്രാപിക്കുന്നത്. എന്താ വഴി എന്ന് അവരോട് തന്നെ ചോദിച്ചു, ഗുരുവിനോട് തന്നെ ചോദിച്ചു. ഇതെനിക്ക് മനസ്സിലാക്കാൻ, ഇപ്പം എനിക്ക് കിട്ടിയ ഈ അറിവിനെ അനുഭവമാക്കി മാറ്റാൻ ഞാൻ എന്തു ചെയ്യണം എന്ന രത്നാകരൻ്റെ ചോദ്യത്തിനോട് അവരിത്രേ പറഞ്ഞുള്ളൂ, നീ സ്വസ്ഥമായി ഇരിക്കുക. സ്വസ്ഥമായി ഇരിക്കുകയും വേണം, ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നീ മുഴുകുകയും വേണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, മര എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആ മര ഈ മരം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നോളാൻ പറഞ്ഞു. അവന് സംശയമുണ്ടായിരുന്നില്ല, കാരണം അവന് കിട്ടിയ അറിവ് അതുവരെയുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയായിരുന്നു. അപ്പോൾ അവൻ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നു. പക്ഷേ ഗുരു സപ്തർഷികൾ അവനൊരു ഉറപ്പൂടെ കൊടുത്തു, ഇനിയും ഞങ്ങൾ വരും. നിൻ്റെ കാലം അതിൻ്റെ പരമോന്നതിയിലെത്തുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് സപ്തർഷികൾ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. പിന്നീട് രത്നാകരൻ അങ്ങനെ ഇരുന്നു. തൻ്റെ കുടുംബം, തൻ്റെ ഭാര്യ, തൻ്റെ കുട്ടികൾ, അവരുടെ സ്ഥിതി, ഭാവി, ഇതെല്ലാം രത്നാകരൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. താൻ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ അവരെങ്ങനെയായിത്തീരും എന്ന വലിയ വ്യഥ രത്നാകരനെ ബാധിച്ചു. പക്ഷേ ഗുരുവിൽ നിന്ന് എന്താണോ അറിവ് കിട്ടിയത് അതിൻ്റെ നേർമുഖം അവൻ ഏറ്റെടുത്തു. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എന്നോട് ഗുരു ഇതാണ് പറഞ്ഞത്, ഇത് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് ഞാൻ വ്യാഖ്യാനിക്കേണ്ട കാര്യം ഇല്ല. ഒന്നുകൂടി പറഞ്ഞാൽ, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പ്രവൃത്തികളെ വ്യാഖ്യാനിക്കേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടിമയായി പോകും എന്ന വലിയ സത്യം അവൻ നിശ്ചലനായിരുന്നു കേട്ടു. അവൻ നിശ്ചലത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നർത്ഥം. ആ മരവും ഈ മരവും അവനിൽ നിന്ന് അപ്രത്യക്ഷമായി. അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ആ നിശ്ചലത്വം മാത്രമായിരുന്നു. ഒരു ജോലിയും അവൻ ചെയ്തില്ല, നിശ്ചലനായി അവനിരുന്നു. ഒരു പറയുന്നത് പോലെ പ്രയത്നരഹിതമായ അറിവ് അവനിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ ആ പ്രയത്നരഹിതമായ അറിവ് രത്നാകരനിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അവൻ ധ്യാനനിരതനായി. കാലം അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കി, അല്ലെങ്കിൽ കാലാതീതനായി രത്നാകരൻ വളർന്നു. സ്വാഭാവികമായും അവൻ്റെ പ്രകൃതം ഗുരു ഏറ്റെടുത്തതുകൊണ്ട് അവന് ചുറ്റും അനുഭവത്തിൻ്റെ, അറിവിൻ്റെ ഒരു വലിയ വാത്മീകം ചിതൽപുറ്റു വളർന്നു അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. ആ ചിതൽപുറ്റിൻ്റെ സുരക്ഷയിൽ അവൻ ഈ ലോകത്തെ കണ്ടു. താൻ ജീവിച്ചതിനെയും താൻ ജീവിക്കാൻ പോകുന്നതും ഒന്നും തൻ്റേതല്ല എന്നും തനിക്ക് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല എന്നുമുള്ള പരമമായ സത്യം രത്നാകരൻ തിരിച്ചറിഞ്ഞു. അവിടെ അനുഭവമുണ്ടായി രത്നാകരന്. യാതൊരുവിധമായ ക്ലേശവുമില്ലാതെ, യാതൊരുവിധമായ പ്രയത്നവുമില്ലാതെ അനുഭവങ്ങളുടെ കൂമ്പാരമുണ്ടായി ആ നിശ്ചലത്വത്തിൽ നിന്ന്. ആ അനുഭവങ്ങളുടെ കൂമ്പാരം അവനെ അനുഭവസ്ഥനിലേക്ക് എത്തിച്ചു.
അനുഭവസ്ഥനിലേക്കെത്തിയപ്പോൾ അവൻ ഇത് പറഞ്ഞില്ല, ഞാനാണ് ആ അനുഭവസ്ഥൻ എന്നൊരിക്കലും അവൻ വ്യാഖ്യാനിക്കാൻ പോയില്ല. അവൻ മനസ്സിൽ നിന്ന് മാറി നിന്നു. അനുഭവസ്ഥൻ ഞാനല്ലെങ്കിൽ അത് മറ്റാരോ ആണ് എന്ന സത്യം അവനിലേക്ക് ഫീഡ് ചെയ്തു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ അനുഭവത്തെ അനുഭവമായി ഞാൻ കണ്ടാലും കണ്ടില്ലെങ്കിലും വ്യാഖ്യാനരഹിതമാകണം എന്ന ഉറപ്പിലൂടെ അനുഭവസ്ഥൻ്റെ ജനനം ഉണ്ടായപ്പോൾ ആ അനുഭവസ്ഥനെയും നോക്കിക്കാണുന്ന മറ്റൊരാളുണ്ടോ എന്ന വലിയ നിരീക്ഷണം, വലിയ സെർച്ചിങ് മെൻറ്റാലിറ്റി ഈ രത്നാകരനുണ്ടായി. ആ സെർച്ചിങ് മെൻറ്റാലിറ്റി തന്നെ ആരാണോ ആ ഉപദേശങ്ങൾക്ക് വിധേയനാക്കിയത് അവരെ കൂടെ കൂട്ടി ആലോചിച്ചപ്പോൾ അവൻ നിരീക്ഷകനായി മാറി. ഒന്നിലും തൊടാതെ തന്നിലെല്ലാം സംഭവിക്കുന്നത് എന്താണോ അതിനെ അവൻ നിരീക്ഷിച്ചു തുടങ്ങി. അപ്പോൾ അവൻ്റെ മുമ്പിൽ അഭ്രപാളികളിൽ പോലെ അവൻ്റെ അനുഭവവും അനുഭവസ്ഥനും ഒക്കെ ഇങ്ങനെ നിരനിരയായി നിൽക്കാൻ തുടങ്ങി. ശരിക്കും അവനിലെ നിരീക്ഷകനെ അവൻ തന്നെ കണ്ടു. ആ നിരീക്ഷണം പൂർത്തിയാക്കിയപ്പോൾ ഒരു കാര്യം രത്നാകരന് മനസ്സിലായി. താൻ തുടങ്ങിയെടുത്ത് തന്നെയാണ് താൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. താൻ വ്യാഖ്യാനങ്ങൾക്കും അതീതമായ അനുഭവത്തിലേക്കും ആ അനുഭവത്തിന് അനുഭവിക്കുന്ന അനുഭവസ്ഥനിലേക്കും ആ അനുഭവസ്ഥനെയും അനുഭവത്തെയും ഒരേപോലെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷകനിലേക്കും താൻ വളർന്നിരിക്കുന്നു. ആ നിരീക്ഷകൻ ഈ ലോകം മുഴുവൻ ഉണ്ട്. ആ നിരീക്ഷകനാണ് തന്നെ ഈ ജോലി ഏൽപ്പിച്ച് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കടന്നുപോയത് എന്ന വലിയ ധ്യാനം, വലിയ സാധന, വലിയ ചിന്ത രത്നാകരനുണ്ടായി. ഈ ചിന്ത പൂർണ്ണമായപ്പോൾ അയത്നരഹിതമായ നിശ്ചലത്വം രത്നാകരനെ ആവരണം ചെയ്തിറങ്ങി വന്നപ്പോൾ ആ പുറ്റിൻ്റെ വളർച്ച അതിൻ്റെ പൂർണ്ണതയിലെത്തി, അവൻ്റെ സാധന അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ അവൻ്റെ ഗുരു തിരിച്ചു വന്നു. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ചിന്തകളുണ്ടെങ്കിലും അതിനെല്ലാം വ്യാഖ്യാനങ്ങൾ നമ്മൾ ചമച്ചാലും ഈ വാത്മീകത്തിലേക്ക് നമ്മളെ കുടിയിരിക്കുന്ന ഗുരു അതിൻ്റെ പാകതയെത്തുമ്പോൾ, നിരീക്ഷകൻ പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് തിരിച്ചെത്തി ആ പുറ്റ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്താണോ താൻ ചെയ്തു കൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, തൻ്റെ സാധനാബലമാകുന്ന ആ വാത്മീകത്തെ പൊളിച്ചു കളയും ഗുരു, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റി അവനെ ആ ലോകത്തേക്ക്, ബോധപ്രാപ്തൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരും. ബോധപ്രാപ്തൻ്റെ ലോകത്തേക്ക്, ആ തലത്തിലേക്ക് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ബോധപ്രാപ്തനായി മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ആ ബോധപ്രാപ്തൻ്റെ പ്രസൻസ് അദ്ദേഹം നമ്മുടെ കൂടെ, നമ്മളിൽ ഒരാളായി ജീവിക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് നമ്മുടെ ജന്മം എന്ന് നമ്മൾ സ്വയം അറിയണം, അനുഭവിക്കണം. അനുഭവസ്ഥനും കൂടി അറിയുന്നതായുള്ള വലിയ നിരീക്ഷണത്തിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ നമ്മളെ നിരീക്ഷകൻ പൂർണ്ണമായി ഉണർന്നു കഴിയുമ്പോൾ ആ ബോധതലത്തിലേക്ക് സകല വാത്മീകങ്ങളെയും, ഇന്നുവരെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ചുറ്റും നിലനിന്നിരുന്ന സകല വാത്മീകങ്ങളെയും പൊളിച്ചടുക്കി ഗുരു നമ്മളെ ആ ബോധപ്രാപ്തിയിലേക്ക് നയിക്കും. ആ ബോധപ്രാപ്തിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചെന്നെത്തുവാൻ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ആ പാദങ്ങളിൽ വീണ്ടും വീണ്ടും സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് വിരമിക്കുന്നു. ഹരി ഓം, ഹരി ഓം. നമസ്തേ, ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഇപ്പം നമ്മുടെ മന്ത്ലി ക്യാമ്പിനോടനുബന്ധിച്ചുള്ള വൃത്തത്തിൽ ശൂന്യതയുടെ ചർച്ച. അപ്പോൾ ഈ പ്രാവശ്യം അത് വായിച്ചതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, സ്വാഭാവികമായിട്ടുള്ള അറിവും നമ്മൾ പ്രയത്നിച്ച് നേടുന്ന അറിവും പിന്നെ നിരീക്ഷകനെ പറ്റിയുമാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുപാടും
ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. പക്ഷി മൃഗാദികളായാലും മറ്റ് പല ജീവികളായാലും അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് ഇപ്പം മഴക്കാലം വരുമ്പോൾ പക്ഷികളെന്താ ചെയ്യുന്നത്, നേരത്തെ ഫുഡെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അവർ. പക്ഷെ അവർ കലണ്ടർ ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ന്യൂസ് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല മഴക്കാലം ആയോ എന്ന്. അപ്പം നമ്മൾ ചെയ്യുന്നതോ, നമ്മൾ നേരത്തെ അത് അല്ലെങ്കിൽ നെറ്റിൽ നോക്കുകയോ ഗൂഗിളിൽ നോക്കുകയോ കലണ്ടറിൽ നോക്കുകയോ എല്ലാം ചെയ്യും. ഈവൻ സുനാമി വന്ന ആ ഒരു സമയത്ത് പോലും 2-3 ഡേയ്സ് മുമ്പേ മൃഗങ്ങളെല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് ആകാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യനത് സാധിച്ചില്ല? മൃഗങ്ങൾ ആ നേച്ചറുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആയിരുന്നു. അവർ പ്രസൻറ്റിൽ ജീവിച്ചുകൊണ്ടുള്ള ഒരു ലൈഫായിരുന്നു അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മനുഷ്യന് പ്രസൻറ്റിൽ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എപ്പോഴും ഒരു പാസ്റ്റ് ഫ്യൂച്ചർ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് മനുഷ്യനുള്ളത്. അപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മൾ എന്താണോ ഇത്ര നാളും നേടിയ അറിവ്, അതെല്ലാം അതിൻ്റെ എല്ലാം അറിവില്ലായ്മയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ. അപ്പോൾ അവിടെ ഒരു ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ സാധന അനുഷ്ഠിക്കുമ്പോൾ ആ ഒരു നിരീക്ഷകനെ ഉണർന്ന് കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മൾ എന്തെല്ലാം നേടിയിട്ടുണ്ടോ, നമ്മുടെ അറിവ് നമ്മൾ നേടിയ അറിവ് നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. ഈവൻ നമ്മൾ ഹാപ്പിനെസ് പോലും ഒരു ഭൗതികൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെയും നമ്മളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളറിയാതെ തന്നെ തനിയാണ് നമുക്ക് വരുന്നത്. നമ്മൾ പുറമേ ഒന്നിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടി. നമുക്ക് വേറെ എന്തെല്ലാം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഫിലിം കാണാം, അല്ലെങ്കിൽ മദ്യപിക്കാം, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ എന്തിനെയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ നമ്മൾ പുറമേ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അറിവിനെയെല്ലാം പോഷിപ്പിക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്വാഭാവികത അല്ലെങ്കിൽ നമ്മുടെ സത്തയിലെ ഒരു അറിവുണ്ട്, സത്തയിൽ നിന്നും വരുന്ന അറിവ്. അതാണ് നമ്മളെ ആ ഒരു പരമമായ ആനന്ദത്തിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഇതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ മനസ്സുണ്ട്, അതിനോട് ചേർന്ന് പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗുരു അതിനെല്ലാം ചൂണ്ടിക്കാണിച്ച് തരികയാണ്. നമ്മൾ ഈ സത്തയെക്കുറിച്ചുള്ള അറിവ് നേടിയെന്ന് പറഞ്ഞാലും അത് അനുഭവിക്കുന്ന ഒരാളുണ്ടല്ലോ, അനുഭവസ്ഥനുണ്ടല്ലോ ആ അറിവ്. അപ്പോൾ ഈ മനസ്സ് പല കാര്യങ്ങളും ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ അറിവിനെ നമ്മളിൽ അനുഭവസ്ഥമാക്കുവാനായിട്ട് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഈവൻ നമ്മൾ ബോധപ്രാപ്തനാണെന്ന് പോലും, അല്ലെങ്കിൽ നമ്മൾ സാക്ഷാത്കാരത്തിലെത്തിയെന്ന് പോലും മനസ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ ഒരു ബോധപ്രാപ്തനായ ഗുരുവിൻ്റെ കീഴിൽ നിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ സഞ്ചരിച്ചാലേ നമുക്ക് നമ്മുടെ സത്തയിൽ തിരിച്ചറിയുവാനും സത്തയിലൂടെ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷകനെ പരിപോഷിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. ഏവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ ഇന്ന് അറിയുക എന്ന ആ ഒരു ടോപ്പിക്കാണ് ഗുരുജിയുടെ വ്യക്തിത്വത്തിലെ ശൂന്യത. അതിൽ അറിയൽ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രയത്നരഹിതമായിട്ടുള്ള
അറിയുക എന്നുള്ളത് ഒരു അതിന് പ്രയത്നം ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ജീവജാലങ്ങൾ അവർ സ്വാഭാവികമായിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് മൃഗങ്ങളെയൊക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അവർ നീന്തി രക്ഷപ്പെടുന്നത് കാണാം. പക്ഷേ മനുഷ്യന് നമ്മൾക്ക് അത് പഠിക്കേണ്ടിയിരിക്കുന്നു. പുറത്തു പോയി നമുക്കത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം പ്രകൃതിയിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അറിവ് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അത് നമ്മളിലേക്ക് മനുഷ്യനിലേക്ക് അത് എത്താതിരിക്കുന്നതിന് കാരണം നമ്മളത് മനസ്സുകൊണ്ട് വ്യാഖ്യാനിച്ച് അത് നേടുക എന്നുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കാം നമ്മളിലേക്കത് എത്താത്തത്. അത് പ്രയത്നം വേണ്ടി വരുന്നത് നമുക്കത് മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ ഓൾറെഡി എല്ലാവരും ഈ ഒരു സ്വാഭാവികത എല്ലാം അറിഞ്ഞ് കൊണ്ട് തന്നെയാണ് നമ്മൾ വരുന്നത് തന്നെ. അത് മൃഗാദികളെ പക്ഷിമൃഗാദികളെ നമ്മൾ അവർ ആ സ്വാഭാവികതയിൽ നിലനിൽക്കുന്നു. അവർക്ക് മനസ്സിൻ്റെ ആ ഒരു പിടി ഇല്ലാത്തത് കാരണം അവരത് അതിലൂടെ കടന്നു. മനുഷ്യന് നമ്മൾ അത് ആ മനസ്സിൻ്റെ പിടിയിൽ പെട്ടുപോകുന്നത് കൊണ്ട് മനസ്സുകൊണ്ട് വ്യാഖ്യാനിച്ച് അത് നേടാൻ ഉള്ള ശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു നിരീക്ഷകൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ ആ ഒരു എന്താ പറയുന്നത് ആ അറിയുന്ന ആ ഒരു നമ്മളിലുണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനെ കൊണ്ട് നമ്മൾക്ക് സാധിക്കുന്നു. അപ്പം നമ്മളിലുണ്ടാകുന്ന ചിന്തകളെ അല്ലെങ്കിൽ ഊർജ വ്യതിയാനങ്ങളെയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അറിവെന്ന് പറയുന്നത് അത് നമുക്ക് നേടിയെടുക്കാനെ കണ്ട് മനസ്സിൻ്റെ ആ ഇത് തലത്തിൽ നിൽക്കുന്ന കാരണം നമുക്ക് യഥാർത്ഥമായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടാതെ വരുന്നു. അപ്പോൾ ആ നിരീക്ഷണം ശക്തമാക്കുക എന്നുള്ള അപ്പം നമുക്ക് ആ ഗുരുവിൻ്റെ ബോധപ്രാപ്തൻ ആ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നു. ആ നിരീക്ഷണം നമ്മളിൽ ഗുണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ധ്യാന സെൻറ്ററിൽ എത്തുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒക്കെ ഒഴിവായി കിട്ടുന്നത് ബോധപ്രാപ്തനായ ഗുരുവിൻ്റെ പ്രസൻസിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ അതിനാൽ നമുക്ക് ആ ഒരു സമർപ്പണം പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമർപ്പണം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ വേറെ ഒരു വേർതിരിവിൻ്റെ ഒരു ഇതില്ലല്ലോ. നമ്മൾ കമ്പാരിഷനോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമില്ല. അദ്ദേഹം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മളിലൂടെ ഒഴുകുന്നു. അതാണ് അതിന് നമ്മൾ നിന്നു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആ ഒരു നമ്മളുടെ ആ കർത്തവ്യം എന്ന് പറയുന്നത്. സാധകൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്നത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ അറിവ് നമ്മളിലേക്ക് എത്താൻ വേണ്ടി ഗുരുവിൻ്റെ ആ കൃപാകടാക്ഷങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഇന്ന് നടന്ന വൃത്തത്തിലെ ശൂന്യതയുടെ കൺക്ലൂഷനാണ്: പ്രയത്നിക്കാതെ അറിയൽ സംഭവിക്കാൻ നാം ഗുരുവിൽ സമർപ്പിതനായി നിന്നുകൊടുത്താൽ മതി. മീറ്റ് ടു മീ ധ്യാന സെൻറ്ററിലെ ധ്യാന പരിശീലനത്താൽ ഈ നിമിഷത്തിൽ നിന്ന് നിരീക്ഷകനെ ഉണർത്തി അവനെക്കുറിച്ച് അറിഞ്ഞാൽ അവൻ എല്ലാം അറിയും. ആ അറിവ് പൂർണ്ണമാകുവാൻ അനുഭവത്തെയും അനുഭവസ്ഥനെയും നിരീക്ഷണത്താൽ അറിയുക. നിരീക്ഷണത്താൽ അവനെ അനുഭവിച്ചറിഞ്ഞാൽ ബോധതലം ഉയർന്ന് ജീവിതം പരിശ്രമരഹിതമായി സ്വാഭാവികതയിൽ ജീവിക്കാൻ സാധിക്കുന്നു. അനുഭവസ്ഥൻ്റെ സ്വഭാവം നിരീക്ഷണത്താൽ അറിയണം.
മനസ്സിൻ്റെ വ്യാഖ്യാനമോ മറ്റ് പ്രവൃത്തികളോ കയറി വരാൻ പാടില്ല. നിരീക്ഷണം മാത്രമേ ആകാവൂ. അങ്ങനെ അറിയുന്നതാണ് അറിവ്, സത്ത അറിയുന്ന അറിവ്. ഹരി ഓം.